പറഞ്ഞോട്ടോ, പറഞ്ഞോ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. Good morning, ma'am. Quote of the day. You may never know what results come of your actions, but if you do nothing, there will be no results. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണിതഫലം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ഒരു പരിണിതഫലം ഉണ്ടാകില്ല. കോട്ട് ബൈ മഹാത്മാഗാന്ധി. താങ്ക് യു. സൈൻ ഇൻ ആക്ഷൻ സോങ് ആണ്. I can hear with my ears, I can see with my eyes, I can taste with my mouth, I can smell with my nose, I can touch with my hands, I can feel with my heart. Thank you. Good morning all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്? സബ്സ്ട്രാക്ഷൻ ബോർഡ്, അഡീഷൻ ബോർഡ്, ഓക്കെ, മാത്തമാറ്റിക്കൽ ഏരിയ ആയിരുന്നു. ഫസ്റ്റ് നമ്മള് സബ്സ്ട്രാക്ഷൻ ബോർഡ് ആണോ, നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് അല്ലേ നോക്കിയത്? അതെ. നമ്പർ ഷേപ്സ്, നമ്പർ ഷേപ്സ് നോക്കി. ജിയോമെട്രിക്കൽ ബീഡ്സ്, ജിയോമെട്രിക്കൽ ഷേപ്സ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ബീഡ്സ് പഠിച്ചു. സ്പിൻഡൽ ബോക്സ് പഠിച്ചു. പിന്നെ അഡീഷണൽ ബോർഡ് പഠിച്ചു. സബ്സ്ട്രാക്ഷൻ ബോർഡ് പഠിച്ചു. ഓക്കെ, ഇന്ന് നിങ്ങൾ പഠിക്കാൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. എന്താണ് പഠിക്കാൻ പോകുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഞാൻ നാളെ പറയാട്ടോ അസൈൻമെന്റിനെ കുറിച്ചിട്ട്. നാളെ എന്റെ ക്ലാസ് തന്നെയാണ്. നാളെ ഞാൻ പറയാട്ടോ. ഇതാണ് എന്താ മൾട്ടിപ്ലിക്കേഷൻ ബോർഡാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. യെല്ലോ ആൻഡ് റെഡ് തീമിലാണ് വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്. ഞാൻ തിരിച്ചു വെക്കട്ടെ. ഇത് ക്ലിയർ ആയിട്ടും കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഉണ്ട് മാം. 1 മിനിറ്റ് കേട്ടോ. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് ചെയ്യാനായിട്ട് എല്ലാം ഒരു ബോർഡ് ഉണ്ട്. പിന്നെ കുറച്ച് കാർഡ്സ് ഉണ്ട്. നമുക്ക് എഴുതിക്കോളാം. കാർഡ്സ് ഉണ്ട്. നമുക്ക് 10ന്റെ വരെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കാണാൻ പറ്റുന്നില്ല. ഞാൻ ഒന്നുകൂടി പറയോ? ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ.
വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻസ് നമുക്ക് ഈ ടേബിളിൽ ചെയ്യാനായിട്ട് പറ്റും. 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന ബീഡ്സ്, ഇത് സ്റ്റിക്കിൾസ്. സ്റ്റിക്കിൾ ഇതിവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതാണ്. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, അതിന് പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യണെന്നുള്ളത് കേട്ടോ. ഇവിടെ ഷീറ്റ് അല്ലടാ, വുഡൻ ഉണ്ടാവും. വുഡാണ്, വുഡ്. എല്ലാം വുഡാണ്, ഒക്കെ വുഡാണ്, എല്ലാം വുഡാണ്. ബീഡ്സ് ഉണ്ടല്ലോ അല്ലേ? ഞാനിപ്പൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് കാണാൻ സൈഡിലേക്ക് നീക്കി വെക്കാവോ? ഇങ്ങോട്ട് നീക്കണോ? അങ്ങോട്ട്. ഈ സൈഡാന്ന് ക്യാമറ, 1 മിനിറ്റ്, ക്യാമറ മതിയോ? ഇതൊക്കെയാണ് ഇപ്പൊ? അല്ലല്ല, കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക്. കുറച്ച് നേരത്തെ വെച്ച പോലെ വെച്ചാൽ ഓക്കെ കറക്റ്റ് ആണ് മാം. ഓക്കെ. ക്യാമറ ഫുൾ സ്ക്രീൻ ആക്കി കഴിഞ്ഞാൽ മാമിനെ നന്നായിട്ട് കാണാൻ പറ്റും. ഗുഡ് മോർണിംഗ് ജോളി. ഓക്കെ, നമ്മള് ഇത് ചെയ്യാൻ പോകുന്ന 4x2 ആണ്. ഇത് എങ്ങനെ എഴുതിയിരിക്കുന്നത്? എന്റെ 4x2 ആണ്. നിങ്ങൾക്ക് കാണുമ്പോ എങ്ങനെയാണെന്ന് അറിഞ്ഞൂട്ടോ. ക്യാമറയിൽ എനിക്ക് തോന്നുന്നത് കാണാൻ പറ്റുന്നുണ്ട്. 4x2 ആണ്. ഓക്കെ, എനിക്ക് മാത്രം തോന്നുന്നതാണ്. ഓക്കേടാ. അപ്പോ 4x2 എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. 4x2. ഞാൻ 2 എന്ന് പറയുന്ന കാർഡ് ഞാൻ എന്ത് ചെയ്യും? പ്ലേസ് ചെയ്തു. ഓക്കെ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന എന്തുണ്ട്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ട്. നമുക്ക് എങ്ങനെയാ 4ലേക്ക് വരണം. 4x2. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ 4x2 ആണ്. 2 എന്ന് പറയുന്ന കാർഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, 4 എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ബീഡ്സ് ഇതിലേക്ക് പ്ലേസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫില്ല് ചെയ്യണം. 4 കോളം വരെയും ഫില്ല് ചെയ്യണം ആൻഡ് 2 റോസും ഫില്ല് ചെയ്യണം. ഇവിടെ വരുന്ന റോസും ഇവിടെ വരുന്ന കോളംസ് ആണ്. ഓക്കെ, 4x2. ഓക്കെ ആണോ? നമ്മളിത് കൗണ്ട് ചെയ്ത് നോക്കും. കറക്റ്റ് ആണെന്ന് അറിയാൻ കൗണ്ട് ചെയ്ത് നോക്കും. കുട്ടികളാണ്, പതുക്കെ ചെയ്യുള്ളൂ, സ്ലോ ആയിട്ട് ചെയ്യുള്ളൂ. 1 2 3 4 5 6 7 8. കണ്ടോ? ആൻസർ എത്രയാണ്? 8 ആണ് ആൻസർ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഈ കുട്ടികളിൽ ബീഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഫൈൻ മോട്ടോർ സ്കിൽസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും കേട്ടോ. അതേപോലെ ഇതിങ്ങനെ നമുക്ക് പിക്ക് ചെയ്യുമ്പോഴൊക്കെ എന്താണ്, ചെറിയ തിങ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 3x3 ആണ് കേട്ടോ. 3x3. ഞാൻ 3ലേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബീഡ്സ് 3 റോസ് ആൻഡ് 3 കോളംസ് ആണ് ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി കൗണ്ട് ചെയ്ത് നോക്കി. 1 2 3 4 5 6 7 8 9. അപ്പൊ എത്രയാണ് ആൻസർ ഇട്ടിരിക്കണേ? 9 ആണ് ആൻസർ ഇട്ടിരിക്കണേ. സിമ്പിൾ ആണ് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്. നമുക്ക് ഫുൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് ഈ ഒരു എന്താ പറയാ, ഈ ഒരു ബോർഡ് വെച്ച് തന്നെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. മിസ്സേ, ആ, ബീഡ്സ് വെച്ചു, പിന്നെ ഒരു ആ റെഡ് കളറിലെ സംഭവം വെച്ചില്ലേ, അതിന്റെ പേരെന്താ? സ്റ്റിക്കിൾസ്. സ്റ്റൈലസ് ഉണ്ടായിരുന്നു. സ്റ്റൈലസ് നിങ്ങൾ പഠിച്ചതല്ലേ? പ്രീ റൈറ്റിംഗ് ബോർഡ്സിൽ സ്റ്റൈലസിനെ കുറിച്ച് പഠിച്ചതല്ലേ? പഠിച്ചത്. മിസ്സേ, 4x2 എന്ന് പറയുമ്പോൾ 4 എന്ന് പറയുന്നത് കോളവും 2 എന്ന് പറയുന്നത് റോയും അല്ലേ? ഇവിടെ നമ്മൾ വെക്കുന്നത് റോയാണ്. ഇവിടെ എന്ത് കാർഡ് വെച്ചാലും അത് റോയില്. ഇപ്പൊ 3 എന്ന് പറയുമ്പോൾ ഈ 3 റോസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കോളംസിനാണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഇത് ശരിക്കും മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യുന്നതുണ്ട്. പക്ഷെ ഇതിവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കാം. ഇതിങ്ങനെ കാർഡ്സ് ആണ്. കാർഡ്സ് നമുക്ക് മാറ്റാൻ പറ്റും.
ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത് 5 into 2 ആണ്. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ, 5 into 2 അല്ലെ. 5 എന്ന് പറയുന്ന കോളത്തിലേക്ക് ഇങ്ങനെ പിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ് ഞാൻ പറഞ്ഞു. ഫിംഗർ ശ്രദ്ധിച്ച് ഇത് പിക്ക് ചെയ്യാം. ബീഡ്സ് ഇട്ട് തുടങ്ങി കേട്ടോ. കൗണ്ട് ചെയ്ത് നോക്കി. 10. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ പറഞ്ഞു കേട്ടോ. 7 into 3. 1 meter. Seven into 3. 1. ഓക്കെ, കൗണ്ട് ചെയ്തേ. 21. 21. 21. ഇനി ഒന്നും പറഞ്ഞേ. 9 into 2. 9 into 2. 9 into 2. കൗണ്ട് ചെയ്ത് നോക്കട്ടോ. 18 ആണ് നമ്മളെ കൗണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മള് ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി മാം. മനസ്സിലായി മാം. ഓക്കെ, എടാ സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കോട്ടോ. ഞാൻ പറഞ്ഞില്ലേ സ്കെറ്റിൽസിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കോട്ടോ. റെഡ് ഞാൻ തന്നെ പറയുന്നത്, റെഡ് ബീഡ്സ്, റെഡ് സ്കെറ്റിൽസ്. പ്രൊനൗൺസിയേഷൻ നോക്കാം. അവിടെ കേസ് ആയതല്ല. പിന്നെ നമ്പർ കാർഡ്സ് ഓക്കെയാണ്. വുഡൻ ബോർഡാണ്. റെഡ് ബീഡ്സ്. 4 മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൗണ്ടിങ് മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് ക്ലിയർ മൾട്ടിപ്ലിക്കേഷൻ മാറ്റാലോ. ഓക്കെ അല്ലേ? ബോർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയ കുട്ടികൾക്കൊന്നും ബോർഡ് യൂസ് ചെയ്യണ്ട കേട്ടോ. ഒരു ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം ബീഡ്സ് ആണ്. കുഞ്ഞു കുട്ടികൾക്ക് ഇതിനെ കുറിച്ച് ഇതിന്റെ റിസ്കും കാര്യങ്ങളും അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ബീഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഓക്കെ, റെഡ് ആൻഡ് യെല്ലോ തീമാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വന്നത്.
കാരണം 2 ബോർഡും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ 2 ബോർഡും വെച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാറിപ്പോരുത്. റെഡ് ആൻഡ് യെല്ലോ ആണ് എന്ത് മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ വരുന്നതാണ് ഡിവിഷൻ ബോർഡ്. യെല്ലോ അല്ല, യെല്ലോ ഗ്രീൻ മാറ്റണത്. ഇതാണ് ഡിവിഷൻ ബോർഡ്. നോക്കുമ്പോൾ നിങ്ങൾ ഇവിടെ 1 ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്കി 1 മുതൽ 9 വരെയുണ്ട്, താഴത്തേക്കും 9 വരെയുണ്ട്. ഓക്കെ, ഇവിടേക്ക് ഹോൾ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബീഡ്സ് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഹോൾസ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ സ്കെറ്റിൽസ് വയ്ക്കാൻ പറ്റുന്ന ഹോൾസ് ആണിത്. സ്കെറ്റിൽസ് തന്നെയാണ് ഇതിന് പറയുന്നത്. രണ്ടിലുണ്ട്. നമുക്ക് ഈ ഹോൾസിൽ നമുക്ക് വയ്ക്കാൻ പറ്റും, പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡിൽ ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ. നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇതിങ്ങനെ നമുക്ക് ബീഡ്സ് യൂസ് ചെയ്ത് വീട്ടിൽ കുട്ടിയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒട്ടും പഠിക്കുന്നില്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് യൂസ് ചെയ്യാം. കുട്ടിക്ക് ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കാം, ഓക്കെ ആണോ, ഈ ബോർഡ് ഓക്കെ ആണോ എന്നൊക്കെ. അത് വേണമെങ്കിൽ എന്നാണ്, നിർബന്ധിക്കുന്നൊന്നുമില്ല ആരും. ഇത് കാർഡ്ബോർഡിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് സ്വന്തമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഒരു കുട്ടി ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടി ചെയ്തിരുന്നു എന്ന്, നിങ്ങളോടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ചെയ്യാം ഡിവിഷൻ. ഡിവിഷനിൽ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ കേട്ടോ. 10 ഡിവൈഡ് ബൈ 5 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇത് നമ്മൾ എവിടെ ഡിവൈഡ് ബൈ 5 എന്നാണ്. 5 വരെ നമ്മൾ പ്ലേസ് ചെയ്യണം. സ്കിറ്റിൽസ് എന്ത് ചെയ്യണം? 5 എന്നുള്ളവിടം വരെ നമ്മൾ 5 സ്കിറ്റിൽസ് നമ്മൾ പ്ലേസ് ചെയ്യണം. ആ ബീഡ്സ് വെച്ച ഭാഗത്തേക്ക് ബോർഡ് ഒന്നും കൂടെ നീക്കോ മാം? കുറച്ച് ഓക്കെ, കറക്റ്റ്. ഓക്കെ അല്ല? അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? 10 ബൈ 5 ആണ്. നമ്മൾ ഇതിൽ കൗണ്ട് ചെയ്തെടുക്കണം. ബീഡ്സ് നമ്മൾ കൗണ്ട് ചെയ്തെടുക്കണം. അത് ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അതില് ബീഡ്സ് നമുക്ക് കൗണ്ട് ചെയ്യാം. ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ബോക്സ് എടുക്കാൻ വിടണം. ഞാൻ കൗണ്ട് ചെയ്യണം. 10 ആണല്ലോ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ 10 ബീഡ്സ്, ഗ്രീൻ ബീഡ്സ് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് ഇടണം. 1 2 3. ഓക്കെ, 10 ബീഡ്സ് ഉണ്ട്. ഞാനത് കറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ വരുന്നതാണ്. ഓക്കെ, എത്രയാണ് ആൻസർ? 10 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 5 എന്ന് പറയുമ്പോൾ 2 റോസ് ആവുന്നില്ല. അപ്പൊ 2 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ പറയോ? എന്റെ ഞാൻ എഴുതിയിരുന്നൊക്കെ പോയി തോന്നുന്നുണ്ട്, കാരണം പ്രാക്ടിക്കൽ സെഷൻ ഇങ്ങനെ പോയിട്ട് ഞാനിങ്ങനെ എഴുതി വെക്കാറുണ്ട്, പക്ഷെ അതൊക്കെ പോയി. നമ്മൾ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ചെയ്യാം. 6 divided by 2. 6 ഡിവൈഡ് ബൈ 2 എളുപ്പമാണല്ലോ. 1 2 പ്ലേസ് ചെയ്തു. ബീഡ്സ് എടുക്കുന്നത് 6 ആണ്. 6 ബീഡ്സ് 1 മേളില് വയ്ക്കുന്നത് ഡിവൈഡ് ചെയ്തതിന്റെ നമ്പർ അല്ല അല്ലേ മാം? അല്ല അല്ല, നമ്മള് ഓക്കെ 6 കേട്ടോ, 5 ആയിട്ടുണ്ട്. 6 ബീഡ്സ് എടുത്തു, കറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എത്ര ആൻസർ വന്നിരിക്കുന്നേ? 3. നെക്സ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ 9 by 3. 9 by 3. ഓക്കെ, 9 by 3. 9 ബീഡ്സ് എന്റെ കയ്യിലുണ്ട്, അലോക്കേറ്റ് ചെയ്യണം. 9 ബീഡ്സ് ചെയ്യാം. 8.
ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും അതെ, സോറി, അല്ല മാം, ഈ ഒരു ഡൗട്ട് കൂടെ ചോദിക്കട്ടെ, ഈ 7/2 എന്നൊക്കെ പറയണതൊക്കെ വരും. പിന്നെ ഫ്രാക്ഷൻ വരുന്ന അല്ല പോയിന്റ് വരുന്ന കുട്ടികളെ പഠിപ്പിക്കാനില്ലേ, എന്നാലും ഞാൻ ചെയ്ത് കാണിച്ചുതരാം നിങ്ങൾക്ക്. നമുക്കത് കുട്ടികളെ പഠിപ്പിക്കാനില്ലേ, എന്നാലും ഞാൻ ചെയ്ത് കാണിച്ചുതരാം കേട്ടോ. മാം ആ മോളിൽ വെക്കുന്ന അത് ആ ബീഡിന്റെ പേര് അത് ബീഡ്സ് തന്നെയാണോ മാം പറയുന്നത്? എന്താണ്? ആ മോളിൽ വെക്കുന്നില്ലേ അത് ബീഡ്സ് തന്നെയാണോ മാം? ആ, ഇത് ബീഡ്സ് ആണ്. അതില്ല മാം, മോളിൽ വെക്കുന്നില്ലേ? ഇതല്ലേ ആ സ്കെറ്റിൽ, അതെ അതെ. സ്കെറ്റ്, ആ ഓക്കെ ഓക്കെ മാം. SKETTLES രണ്ടിലുള്ളത് സ്കെറ്റിൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബീഡ്സ് അല്ലടാ, നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്, നോബ് ഉണ്ട്, നമുക്കത് പിക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോ നമ്മുടെ കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, കുട്ടികളെ എങ്ങനെ പേന യൂസ് ചെയ്യുന്നത്, പെൻ നമ്മളിങ്ങനല്ലേ, അത് ആ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയലിന് നോബ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾക്ക് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? 7. എന്താടാ? ഈ ബോർഡിന്റെ പേരെന്തായിരുന്നു? ഡിവിഷൻ ബോർഡ്. ഇപ്പൊ ക്ലാസ്സിൽ കയറിയോളൂ. അല്ല, ഞാൻ ഗസ്റ്റ് വന്നപ്പോ ഒന്ന് പോയേ, അപ്പൊ എനിക്ക് കിട്ടിയില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് ഡിവിഷൻ ബോർഡ്. അപ്പൊ 7/7/3 ആണ് എന്നോട് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചെയ്യാൻ പോണേ. 7/3. എന്റെ കയ്യില് ബീഡ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ അറേഞ്ച് ചെയ്യാൻ പോണം. ബാലൻസ് ഒരു ബീഡ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എഴുതുമ്പോ നമ്മൾ 2.333 പോകും ആൻസർ വരുന്നത്. ഇത് നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, 2.33. അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ ഫോണില് ശരിയാണോന്ന്. അങ്ങനെ വരുന്നത് നോക്കട്ടെ കേട്ടോ. അതെ, 2.33 ആണ് വന്നത് അല്ലെ? അത് നമുക്ക് കുട്ടികളെ പോയിന്റ്സ് പഠിപ്പിക്കണ്ട, പക്ഷെ ഞാൻ ചോദിച്ചിട്ട് ഞാൻ വെറുതെ പറഞ്ഞോന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് വേറൊന്നും കൂടി ചെയ്ത് നോക്കാം. ഇവിടെ ഈ നടുക്കുന്ന വെച്ചാല് നേരത്തെ 3 ഉണ്ടായിരുന്നല്ലോ, 3 ഉണ്ടായിരുന്നു. ഇവിടെ നടുക്ക് ഇപ്പുറത്താണ് വരുന്നെങ്കിൽ എന്താണ്, സെന്ററിന് ഇപ്പുറത്താ വരുന്നെങ്കിൽ പോയിന്റ് അതിന് താഴത്തെ നമ്പർ ആയിരിക്കുള്ളൂ. ഇവിടെ ആണെങ്കിൽ 0.5 മേലെ കയറ്റി പറയാം. ഒരു നോക്കാം. ഒരു നമ്പർ ഇതേപോലത്തെ 12/5 നോക്കട്ടെ. ഓക്കെ മാം. ഓക്കെ, ഇത് 4.3 ആയിരിക്കണം. 2.43 5ലേക്ക് എത്തണമെങ്കിൽ ഇവിടെ കവർ ചെയ്ത് പോകണം. 5ന് മേലേക്ക് വേണമെങ്കിൽ ഇവിടേക്ക് പോകണം. 2.343 ആവണം. നോക്കൂ. അല്ല മാം, ഇതില്ലേ വരുന്നത് 2.3 ആണ് വരുന്നത് എന്നാ പറഞ്ഞത്. ആദ്യത്തെ 2.3 ആണ്, ഇതിപ്പോ 2.4 ആണ്. അതെങ്ങനെ വരുന്നത് 4 ആയിട്ട് വരുന്നത്? ഓക്കെ, ഞാൻ പറയാം. അവിടെ സെന്റർ ഉണ്ടോ? ഇത് സെന്റർ ആണല്ലോ. സെന്ററിന് ഇപ്പുറത്താണെങ്കിൽ 5ന് താഴെ ആയിരിക്കും. സെന്റർ കഴിഞ്ഞിട്ടാണെങ്കിൽ 5ന് മേലെ ആയിരിക്കും. മോളിൽ വെച്ചിട്ടുള്ള സ്കിറ്റിന്റെ സെന്റർ ആണോ വേണ്ടത്? സ്കിറ്റിൽ എത്ര എണ്ണം ഉണ്ടോ അതിന്റെ 3യുടെ സെന്റർ, അതിന്റെ സെന്റർ. അത് നിങ്ങൾക്ക് പോയിന്റ് പഠിക്കാനില്ല, ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. അതായത് നമ്മൾ എത്ര ബീഡ്സ് വെക്കുന്നോ അതിന്റെ സെന്ററിൽ നിന്ന് അത് കണക്ക് അങ്ങനെ വരുമോ?
ഇങ്ങനെ വരുന്നത്. ഇതുണ്ട്, ഇത് 3 ആണ് സെന്റർ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ 3D ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്തിട്ടില്ല, 3D ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്തിട്ടില്ല. ഇനി 12 അല്ല, 14 ആണ് ഡിവൈഡ് ചെയ്യേണ്ടിയിരുന്നു വിചാരിക്കും. 14 ആയിരുന്നെങ്കിൽ നമ്മൾ 3 കൂടി ബീറ്റ്സ് ഇടും. അപ്പൊ അത് 2.8 എടുക്കും. 5 ഇവിടെ കഴിഞ്ഞു, പിന്നെ 8. മനസ്സിലായില്ല മാം, മനസ്സിലായില്ല മാം, ഒന്നും കൂടെ. പോയിന്റിന്റെ സംഭവം സിമ്പിൾ ആണ്. ഇവിടെ 0.5 മേലെ ആയിരിക്കും വരുന്നത് ഒരു അസംഷൻ. ഇത് 0.5 താഴെ ആയിരിക്കും വരുന്നത്, അത്രേ ഉള്ളൂ. അല്ല 5ന്റെ മേലെ പോകുമ്പോ 6 ആവൂലേ? 6 എനിക്ക് മാറിപ്പോയത്. 6 ആണോ 7 ആണോ? ചെയ്ത് നോക്കി പിള്ളേരെ. മിസ്സേ, നേരത്തെ 2 പറഞ്ഞത് ഇപ്പോഴത്തെ ലാസ്റ്റ് 2 2.4 2.8 പറഞ്ഞതും കിട്ടി, ആൻസർ കിട്ടുന്നുണ്ട്. ആദ്യം പറഞ്ഞില്ലേ അത് 2.33 ആണ് ആൻസർ കിട്ടിയത്. 3.3 എന്നല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ 3.3 എന്നാ പറഞ്ഞത്. അല്ല, 3.5 ആണ് കിട്ടിയത്. മിസ് പറഞ്ഞത് 2.33 ചെയ്യുമ്പോ. അല്ല, അത് മാം പറഞ്ഞത് 7/3 ആയിരുന്നു പറഞ്ഞത്. 7/2 ആണെങ്കിലാണ് 3.5 വരുന്നത്. ആണ് ചെയ്തത്. ഞാൻ 3 ആണ് പറഞ്ഞത്. ഞാൻ ചെയ്ത് നോക്കി. ഓക്കെ. ജസ്റ്റ് ഒരു അസംഷൻ ആണ്. ഈ പോയിന്റ് വെച്ച് നമുക്ക് പഠിക്കാനില്ല, കുട്ടികളെ പഠിപ്പിക്കേ വേണ്ട. കുഞ്ഞു കുട്ടികളാണ്, പോയിന്റ് വേണ്ട. നിങ്ങൾ വലിയ കുട്ടികളായതുകൊണ്ടാണ് പോയിന്റ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുമ്പോ അത് പറ്റും. ഓക്കെ, ഇത് ഓക്കെ ആണോ? ഡിവിഷൻ ബോർഡ് ഓക്കെ ആണോ? ക്ലിയർ ആണ്? ലൈവ് ക്ലാസ്സിന് ആരൊക്കെ വരുന്നേ? ഞാൻ വരുന്നുണ്ട് മാം. ഓക്കെ, ലൈവ് ക്ലാസ്സിന് വന്നിട്ട് ആദ്യത്തെ ക്ലാസ്സിന് വരുന്നില്ല മാം, MT9 ഒപ്പം വരുന്നുണ്ട്. ഓക്കേടാ, അതായാലും മതി. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫ്രണ്ട്സ് ഒരുമിച്ചാണെങ്കിൽ MT9 ബാച്ചിനായാലും വന്നാൽ മതി. എന്നോട് പറയണോ കേട്ടോ, MT9 ബാച്ചിൽ അല്ല MT8 നിന്ന് ഞാൻ ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു ടൈമിൽ അലോ ചെയ്യാൻ പറ്റില്ല. മന്ത്ലി എല്ലാ പ്രാവശ്യവും നമുക്ക് എന്താണ് പ്രാക്ടിക്കൽ സെഷൻസ് എല്ലാ മാസവും നടക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഏതായാലും പ്രാക്ടിക്കൽ സെഷനിൽ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ വരാറുണ്ട് കുട്ടികൾ. എല്ലാവർക്കും ടൈം കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല. അങ്ങനെ ഇഷ്യൂസ് ഉള്ളവര് രണ്ടാമത്തെ പ്രാക്ടിക്കൽ സെഷൻ അടുത്ത നെക്സ്റ്റ് പ്രാക്ടിക്കൽ ഏതാണോ അതിന് വെച്ച്. ഓക്കെ, ബോർഡ്സ് ഒക്കെ കഴിഞ്ഞു അല്ലേ? ജോമെട്രിക് സോറി ബൈനോമിയൽ ക്യൂബ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? കാണിച്ചു തന്നോ? ഇല്ല മാം. അത് പറഞ്ഞിട്ടില്ല, ജോമെട്രിക്കൽ സോളിഡ്സ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇത് ബൈനോമിയൽ ക്യൂബ് ആണ്. നല്ല ഭംഗിയിലിരിക്കുന്നുണ്ട്. ഒന്ന് വിടുവോ മാം? ഏത് ബൈനോമിയൽ ക്യൂബിന്റെ? എടാ, ഞാനത് കഴിഞ്ഞിട്ട് കാണിച്ചു കഴിഞ്ഞിട്ട് മതിയാ. കാരണം എന്താന്നാ, ഞാൻ കീബോർഡ് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മതി മാം. ഓക്കെ, ഇതാണ് ബൈനോമിയൽ ക്യൂബ്. ഓക്കെ, കണ്ടല്ലോ. ഇപ്പൊ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഞാനത് എന്ത് ചെയ്യാൻ പോവാണ്, മാറ്റാൻ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റാന്ന് എനിക്ക് അറിയില്ല. എനിക്ക് എപ്പോഴും തെറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ബൈനോമിയൽ ക്യൂബ്. ഓക്കെ, ഈ ഒരു ബോർഡ് എടുത്ത് വെക്കാം കേട്ടോ. അടുത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാം. ഇതിവിടെ എന്താണ്, റെഡ് സ്ക്വയർ ആണ് അല്ലെ? റെഡ് ഈ റെഡിൽ തന്നെ പ്ലേസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, then this ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. ഇതൊരു റെക്റ്റാങ്കിൾ ആണ്, സൈഡിൽ സ്ക്വയർ വരുന്ന റെക്റ്റാങ്കിൾ മേ ബി പ്ലേസ് ചെയ്തു. ഓക്കെ ഓക്കെ, പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി വരുന്നത് ഇവിടെ ഒരു സ്ക്വയറും സൈഡിൽ എന്താണ് റെക്റ്റാങ്കിളും ആണ്. ഇതൊരു സ്ക്വയറും സൈഡിൽ എന്താണ് റെക്റ്റാങ്കിൾ ആണ് വന്നിരിക്കുന്നത്. സോ ഇതായിരിക്കാം, ഇതാണ്
ഓക്കെ. Then ഒരു ഇത് റെക്ടാങ്കിൾ ആൻഡ് സ്ക്വയർ മേ ബി ഇതാവണം. അതെ, ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്തു. ഇതിന്റെ മേലെ ഉള്ള ഷേപ്സ് നോക്കിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം. ഇതല്ലേ സ്ക്വയർ എന്നത്, സ്ക്വയറിന് മാച്ച് ആയിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്യും. Then ഇവിടെ റെക്ടാങ്കിൾ ആണ്, ഇവിടെ റെക്ടാങ്കിൾ ആണ്. Then ഇത് നിങ്ങൾക്ക് ഓക്കെ ഓക്കെ. ഇനി ലാസ്റ്റ് ഇതൊരു സ്ക്വയർ ആണ്. സെറ്റ് ആയി കേട്ടോ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ബൈനോമിയൽ ക്യൂബ് ഇരിക്കുന്നത്. കറക്റ്റ് ആയി, സന്തോഷമുണ്ട്. ഇത് സിംപ്ലി ഇതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ്. എനിക്ക് കൂടുതലായിട്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. നിങ്ങൾ a+b² പഠിച്ചിട്ടുണ്ടോ? യെസ്. അതിന്റെ ഒരു സിമ്പിൾ റെപ്രസെന്റേഷൻ ആണിത് ബൈനോമിയൽ ക്യൂബ്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക a+b² എന്താണ് ഇക്വേഷൻ എന്നൊക്കെ ഉള്ളത്. a² plus 2ab plus b². ഓക്കെ. നിങ്ങൾ ബൈനോമിയൽ ക്യൂബ് കയ്യിൽ കിട്ടുമ്പോൾ നന്നായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. മെറ്റീരിയല് ഇപ്പോഴും എനിക്ക് തെറ്റി പോവാറ്. ഇനി മാത്തമാറ്റിക്കൽ ഏരിയയില് ഇനി ഒരു മെറ്റീരിയലും കൂടെ ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ കാണിക്കാൻ പറ്റാത്ത ഒരു മെറ്റീരിയൽ ആയിരുന്നു. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറയും. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്. ഇപ്പൊ ഇതൊരു അറേഞ്ച്മെന്റ് മാത്രമുള്ളൂ മിസ്സേ? ഇത് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യുക. കുട്ടികളെ ചെയ്ത് തന്നെ അവർക്ക് ആ ഒരു അറേഞ്ച്മെന്റിനെ കുറിച്ചിട്ട് പഠിക്കും. അറേഞ്ച് ചെയ്യുന്ന നല്ല പാടാണ്. ഞാൻ നോക്കി ചെയ്തിരുന്നു, പാടാ. ഞാൻ തന്നെ ഇതില് ചെയ്ത ഇതാണ് എനിക്ക് കാണിക്കാൻ പോകുന്നതാണ്. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറയും കേട്ടോ. മാം അതിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് തന്നില്ലല്ലോ, സ്പെല്ലിംഗ് പറഞ്ഞാലും മതി. ഓക്കെ, ടൈപ്പ് ചെയ്തേക്കാം. നിങ്ങള് റെക്കോർഡ് ചെയ്തിട്ടില്ല അല്ലേ? ഫിഫ്ത്ത് റെക്കോർഡ് ചെയ്തിട്ടില്ല. അതിന്റെ പ്രശ്നമാണ്. സ്റ്റാർട്ട് ചെയ്തു മാം. സ്റ്റാർട്ട് ചെയ്തോ? ആ അതിലുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഈ പരിചയപ്പെട്ട ഓരോ മെറ്റീരിയൽസ് നിങ്ങൾ പഠിക്കും. അതിലുണ്ട്. ഇതിന്റെ ഫോട്ടോ ഒട്ടിക്കണം മിസ്. വെറുതെ റെക്കോർഡ് ഇങ്ങനെ എഴുതി അയച്ചേക്കണത് പോലെ ഒന്ന് അയച്ചേക്കണം. അതിന്റെ ഫോട്ടോ ഒട്ടിക്കണോ? അതില് ഒരു പേജ് ഫോട്ടോയ്ക്ക് വേണ്ടി പ്ലേസ് ചെയ്തിട്ടില്ല. ഫോട്ടോ ഒട്ടിച്ചാലും മതി എന്നാണ് മാം പറഞ്ഞത്. എന്താണ്? പിന്നീട് ഫോട്ടോ പിന്നീട് ചെയ്താ മതിന്ന് എന്താ റസ്നക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവള് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോസ് വരും കേട്ടോ. ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളത് പ്രിന്റ് എടുത്താൽ മതി. കുറച്ച് കളർഫുൾ ആയിട്ട് പ്രിന്റ് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ ബൈനോമിയൽ ക്യൂബ് നമ്മൾ പഠിച്ചു. ഇനി വേറൊരു ടൈപ്പ് ക്യൂബ് ഉണ്ട് കേട്ടോ. ബൈനോമിയൽ ക്യൂബിന്റെ കൂടെ തന്നെ ഉള്ളതാണ്. കൂടി ഞാൻ എടുത്തുതരാം. അത് ട്രൈനോമിയൽ ക്യൂബ് ആണ്. ബൈനോമിയൽ ക്യൂബ് ആൻഡ് ട്രൈനോമിയൽ ക്യൂബ്. 1 minute. ഇമേജ് ഷെയർ ചെയ്യാം കേട്ടോ. 1 minute. നമുക്ക് ഓരോ മെറ്റീരിയൽസിന്റെ പേര് വെച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇമേജസ് കിട്ടും കേട്ടോ. നിങ്ങളപ്പോ അത് നോക്കിയിട്ട് ചെയ്യാം. ഇതാണ് ട്രൈനോമിയൽ ക്യൂബ് കേട്ടോ. ഇതാണ് ട്രൈനോമിയൽ ക്യൂബ്. കാണുന്നില്ല. കാണുന്നില്ലയോ? ഇല്ല മിസ്സേ, ഞാൻ കാണുന്നില്ല. മാം കാണുന്നില്ല. കാണുന്നില്ല മിസ്സേ. അയ്യോ, കാണാൻ പറ്റുന്നില്ലല്ലോടാ. അതൊക്കെ ഇമേജ് ആണ്. ഇമേജ് കാണുന്നുണ്ടോ? മിസ്സേ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒന്നും കാണാൻ പറ്റില്ല. ക്യാമറ നോക്കാണോ? അതിലോട്ട് ഇമേജ് കാണുന്നുണ്ട് മാം. ഇപ്പൊ കാണാം. ഇപ്പൊ എന്നെയാണ് കാണുന്നത്? ഇമേജ് ആണ് കാണുന്നത്. മിസ്സിനെ മിസ്സിനെയാണ് ഇപ്പൊ കാണുന്നത്.
മിസ്സിനെ കാണുന്നുണ്ട്. സിസ്റ്റത്തിലുള്ള സിസ്റ്റം നോക്കി ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? നോക്കി. മിസ്സിനെയാ കാണുന്നത് ഇപ്പൊ. മിസ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സിസ്റ്റത്തിൽ ആ ഫുൾ സ്ക്രീൻ അവോയ്ഡ് ചെയ്താൽ മതി. എന്താടാ? ഫുൾ സ്ക്രീൻ, മിസ്സിന്റെ ഫുൾ സ്ക്രീൻ ഉള്ളത് അവോയ്ഡ് ചെയ്യും. സിസ്റ്റത്തിലുള്ളത് കാണാം. ഓക്കെ, നമ്മൾ ബൈനോമിയൽ ക്യൂബ് ആർ ഇൻ 8 നമ്പേഴ്സ് ആയിരുന്നു. ബൈനോമിയൽ ക്യൂബ് എത്ര നമ്പേഴ്സ് ആണ്? 8 നമ്പേഴ്സ് വരുന്നതാണ്. 8 ക്യൂബ്സ് ആണ് നമ്മൾ ചെയ്തത്. ദേ ഹാവ് 2 layers, 2 layers ഉണ്ട്. ക്യൂബും ക്യൂബോയിഡും ഉണ്ട് അതില്. ട്രൈനോമിയൽ ക്യൂബ് എന്ന് പറയുമ്പോൾ 27 ക്യൂബ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ലെയർ 1 2 3 4 5 6 9 into 3 എന്ന് പറയും. 9 into 3 layers ആ വരുന്നത്. അപ്പൊ 27 നമ്പേഴ്സ് വരുന്നുണ്ട്. 3 layers ആണ് ക്യൂബും ക്യൂബോയിഡ് ആയിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്യൂബ് കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ റുബിക്സ് ക്യൂബ് ഇല്ലേ, റുബിക്സ് ക്യൂബ് പോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് എടുത്ത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ബൈനോമിയലിലൊക്കെ എത്ര ക്യൂബ്സ് ഉണ്ട്? ക്യൂബ് എന്താണ്? ബൈനോമിയലിൽ എത്ര കട്ടകളുണ്ട്? അത് 8 നമ്പർ 8 നമ്മൾ 8 എണ്ണല്ലേ കണ്ടത് നേരത്തെ കാണിച്ചത്? ഞാൻ എണ്ണിയില്ല. ആഹാ, ഞാൻ പേജ് എടുത്തിടാം. ആണ് അതിൽ 8 ആണുള്ളത്. 2 ലെയർ അല്ലേ? 4 താഴെയും 4 മുകളിലും. അതെ. ഓക്കെ ഓക്കെ. ഇപ്പൊ കാണിച്ച 27 എന്നുള്ളതിന്റെ പേരെന്താ? ട്രൈനോമിയൽ. ട്രൈനോമിയൽ. ഈ കാണുന്നത് ബൈനോമിയൽ ക്യൂബ് ആണ്. നിങ്ങൾ കാണുന്നത് ബൈനോമിയൽ ക്യൂബ് ആണ്. എന്നെ കാണുന്നത് ഈ കാണുന്നത് എന്താണ്? ബൈനോമിയൽ ക്യൂബ് ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കാണുന്ന ബൈനോമിയൽ ക്യൂബ് നേരത്തെ ഞാൻ കാണിച്ചതില്ലേ, ഇതാണ് ബൈനോമിയൽ ക്യൂബ്. 2 layers ആണ് ഉള്ളത്. 8 ക്യൂബ്, 4 നമ്പേഴ്സ് വെച്ചിട്ട് ഓരോ ലെയറും, അങ്ങനെ 8 ക്യൂബ്സ് ആണ് ഉള്ളത്. ഓക്കെ, ബൈനോമിയൽ ക്യൂബ് നല്ല അട്രാക്റ്റീവ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് വീണ്ടും വീണ്ടും അറേഞ്ച് ചെയ്ത് നോക്കാനായിട്ട് തോന്നും. പിന്നെ ക്ഷമ വേണം. വേറൊരു കാര്യം, ഞാനില്ലേ ഈ ബൈനോമിയൽ ക്യൂബ് ഇപ്പൊ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തപ്പോ എന്റെ തെറ്റിയില്ലല്ലോ, കറക്റ്റ് ആയിട്ടല്ലേ കിട്ടിയത്? ലൈവ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നോക്കിക്കോ എന്റെ തെറ്റിപ്പോ. കാരണം എനിക്ക് എപ്പോഴും മിസ്റ്റേക്ക് പറ്റുന്നത് ഈ ഒരു ക്യൂബിലാണ്. എപ്പോ ചെയ്താലും മിസ്റ്റേക്ക് എടുക്കുക പറ്റും. നിങ്ങൾക്കും പറ്റും. അതുകൊണ്ടാണ് നമുക്ക് കുട്ടികളുടെ കാര്യം ആലോചിച്ച് നോക്കി, അവർക്ക് മിസ്റ്റേക്ക് പറ്റും. അവർ വീണ്ടും അത് ചെയ്ത് നോക്കും. വീണ്ടും റിപ്പീറ്റ് ആ വർക്ക് ചെയ്യുന്നതിലൂടെ അവർ എന്തായിട്ട് മാറും? പെർഫെക്റ്റ് ആയിട്ട് മാറും കേട്ടോ. അവർക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ഓഫ് എറർ സംഭവിക്കും. കാരണം അറേഞ്ച് ചെയ്യുന്നത് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൈറ്റ് പ്രോപ്പർ ആയിരിക്കില്ല. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ നോക്കുമ്പോൾ ഹൈറ്റ് ഓക്കെ ആയിരിക്കില്ല. അപ്പൊ അത് തെറ്റി എന്ന് മനസ്സിലാവും. വീണ്ടും അവരെന്ത് ചെയ്യും? വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കും. അത് അറേഞ്ച് ചെയ്യണത് ആ ബോർഡില് പിക്ചറിലെ സ്ക്വയർ റെക്ടാങ്കിൾ അത് വെച്ചിട്ടല്ലേ? അതേടാ, പക്ഷേ ഇല്ലേ എല്ലാത്തിലും ഉണ്ട് അത്. സ്ക്വയർ റെക്ടാങ്കിൾ ഒക്കെ ഉണ്ട്. സൈസ് ഡിഫറൻസ് ഉണ്ട്. ഞാൻ തെറ്റിച്ച് അറേഞ്ച് ചെയ്ത് കാണിക്കണോ? അതാണ്. അല്ല മിസ്, ഇങ്ങനെ കാണണോണ്ട് ശരിക്കും മനസ്സിലാവണല്ലോ. അതാണ് ഞാൻ എടുത്ത് ചോദിച്ചത്, എന്താണ് അതിൽ വരുന്ന തെറ്റെന്ന് അറിയാൻ. തെറ്റ് ഞാൻ കെയർഫുൾ അല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോ പറ്റും. മനസ്സിലാവും. നേരത്തെ പറഞ്ഞില്ലേ നോക്കി ചെയ്തതാന്ന്? ഞാൻ നോക്കി ചെയ്താ, നിങ്ങൾ നോക്കാണ്ട് ചെയ്യണം. അല്ല, അത് ആ മൂടിയിൽ നോക്കി ചെയ്തെന്നാണ് മിസ് ഉദ്ദേശിച്ചേ? അതെ. നോക്കാം. ഇതില്ല, ബോക്സ് ഇല്ല. ഞാൻ ഇമേജ് മാറ്റാം. ഓ അങ്ങനെ. ഓക്കെ ഓക്കെ. ആ ഇമേജ് കൂടി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് പ്രസിംഗ് കൊടുക്കാം. ഞാൻ കാണാണ്ട് ചെയ്യാൻ പോണം. നോക്കിയാൽ ഇതൊക്കെ സ്ക്വയർ ആണ് കണ്ടോ, റെഡ്. ഇതൊക്കെ ക്യൂബും അത് ക്യൂബ്, ക്യൂബോയിഡ്, ഇത് ക്യൂബ്, ഇത് ക്യൂബാണ്, ഇത് ക്യൂബാണ്, ഇത് ക്യൂബോയിഡാണ്. ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ സ്ക്വയറും റെക്ടാങ്കിളും ഉണ്ടാവും. ക്യൂബില് സ്ക്വയർ മാത്രമായിരിക്കും. ഇനി ഇത് അറേഞ്ച് ചെയ്യണം. ഇങ്ങനെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റി. അവര് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം.
അറേഞ്ച് കണ്ടോ, ഇതിപ്പോ ഒരു സെറ്റ് ഒരു ലെയർ ആയില്ലേ, അറേഞ്ച് ചെയ്ത് ഇനി ഇതിനെ മുകളിലായിട്ട് തെറ്റി. ഓക്കെ, കണ്ടോ ഇപ്പൊ നോക്കിയാൽ ഇല്ല, ഇപ്പോഴും തെറ്റി, തെറ്റല്ലേ? ഇപ്പോഴും തെറ്റി. തെറ്റി. നമ്മൾ കുട്ടികൾ തന്നെ കൺട്രോൾ ഓഫ് അവരുടെ തീം പഠിച്ചോളും. ഞാൻ വെച്ചപ്പോ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നില്ല, ഷേപ്പ് തെറ്റിപ്പോയി, അപ്പോ മിസ്റ്റേക്ക് പറ്റി. അത് കുട്ടികൾ തന്നെ തിരുത്തി അവരത് തന്നെ ചെയ്യും. ഞാൻ എടുത്ത് വെക്കുകയാണ് ഈ മെറ്റീരിയൽ, കാരണം ഇനി അത് അറേഞ്ച് ചെയ്ത് തെറ്റിക്കണ്ടല്ലോ. എനിക്കൊരു മെറ്റീരിയൽ കാണിക്കാനുണ്ട്. ഇതാണ് ടൈൽ ക്യൂബ്. ഭയങ്കര പാടാണ്, നമ്മൾ വിചാരിക്കും സിമ്പിൾ ആണ്, ക്യൂബ് ആണെന്നൊക്കെ വിചാരിക്കും. ഇത് ഇനിയുള്ള മെറ്റീരിയല് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്നാണ് പേര്. വന്നിട്ടാ കൗണ്ടിങ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രൈമറി നമ്മൾ കൗണ്ടിങ് പഠിപ്പിക്കുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട മെറ്റീരിയൽ ആയിരുന്നു കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്. സോ ഞാൻ ഇന്നലെ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ പറയേണ്ടതായിരുന്നു, മെറ്റീരിയൽ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല, അപ്പൊ ഞാൻ വിചാരിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കാമെന്ന്. പിന്നെ ഞാൻ വീണ്ടും നോക്കിയപ്പോ കിട്ടി. ആദ്യം വിചാരിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവന്ന് ചെയ്യാന്ന് വിചാരിച്ചത്. കൗണ്ടേഴ്സ് ഇതാണ് കാർഡ്സുകള്, എന്റെ കയ്യിൽ ഈ സൈഡിലുള്ളതാണ് കൗണ്ടേഴ്സ്. ഇത് ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കും. എന്താ നമുക്കത് പേരെന്താ? കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്. ഓക്കെ, കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ആണ് കേട്ടോ. ഇത് നോബ് ഉണ്ട്, കുട്ടികൾ ഓരോന്നെടുത്ത് പിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങളൊന്ന് ഇത് കുറച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ അതിന്റെ കൗണ്ടിങ് കാര്യങ്ങൾ പഠിപ്പിക്കാം. കേട്ടോ, കാണാൻ പറ്റുന്നുണ്ട് നിങ്ങക്ക് കറക്റ്റ് ആയിട്ട്? ഇല്ല. കാണാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. ഞാൻ ഓർഡറിൽ 6 കാണാനില്ലല്ലോ. ആ 6 ഉണ്ട്. ഓർഡറിലെല്ലാം നമ്പേഴ്സും ഇത് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇത് കൗണ്ടേഴ്സ് കേട്ടോ. ഇത് ഞാൻ അറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മള് കുട്ടികൾക്ക് കൊടുക്കുമ്പോ ഇതിങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് നോബില് ടച്ച് ചെയ്തിട്ട് എടുക്കുന്നത്. 1 1 2 1 2 3 1 2 3 4 1 2 3 4 5 5
ഓക്കെ അല്ല എല്ലാവരും? ഓക്കെ, കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് കേട്ടോ. നമുക്ക് ഇത് വെച്ചിട്ടൊരു അഡീഷൻ ചെയ്ത് നോക്കിയാലോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കുറച്ച് കാർഡ്സ് നമ്മുടെ കൗണ്ടേഴ്സ് നമ്മുടെ കയ്യിലുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് കുട്ടികളെ അഡീഷൻ പഠിപ്പിക്കാനേ. എത്രയാണ് ആഡ് ചെയ്ത നമ്പർ പറയോ? 7 + 2. 7 + 2. 7 കൗണ്ടേഴ്സ് എടുത്ത് വയ്ക്കാം. 7 + 2 അല്ലേ പറഞ്ഞത്? ഇവിടെ ഒരു പ്ലസ് എന്ന് പറയുന്ന ചിഹ്നം നമുക്ക് എടുക്കാം. എന്റെ കുട്ടികളോട് കൗണ്ട് ചെയ്ത് നോക്കാൻ പറയാം. ടോട്ടലി ഈക്വൽസ് എടുക്കാം. ഇവിടെ പ്ലസ് വന്നിട്ടുണ്ട് കേട്ടോ. 9 + 3 കൊടുക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. 9 + 3 അവിടെ എഴുതിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. 9 + 3 നമ്മളെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഇവിടെ ഈക്വൽ കൊടുക്കാം. പ്ലസ് കൊടുക്കാം. ഇവിടെ ഈക്വൽ കൊടുക്കാം. 9 + 3 കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9 10 11 12. 12 എന്നാണ് ആൻസർ ചെയ്തത്. നമ്മളോട് ഇപ്പുറത്ത് ഈക്വൽസ് കൊടുത്തിട്ട് ഇവിടെ ഈക്വൽസ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? 12 വീണ്ടും എടുത്ത് വെക്കാം. കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 12 നമ്മൾ വീണ്ടും എടുത്ത് വെക്കാം. ഓക്കെ ആണോ? Okay, ma'am. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്. അപ്പൊ ഇന്ന് നമ്മൾ എത്ര മെറ്റീരിയൽസ് നോക്കിയത്? എനിക്ക് തോന്നുന്നു മാത്തമാറ്റിക്കൽ ഏരിയ കംപ്ലീറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ മാത്തമാറ്റിക്കൽ ഏരിയയിലെ മെറ്റീരിയൽസ് ഇവിടെ ഉള്ള മെറ്റീരിയൽസ് കംപ്ലീറ്റ് ആണ്. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ജസ്റ്റ് ടീച്ചർ തരും കേട്ടോ. നമ്മുടെ ഉള്ളതിനേക്കാളും കൂടുതൽ മെറ്റീരിയൽസ് ഉണ്ട്. അതേപോലെ പുതിയതായിട്ട് അപ്ഡേഷൻസ് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വീണ്ടും അപ്ഡേഷൻ ആണ്. ഞാൻ പറയില്ല മാത്തമാറ്റിക്കൽ ബോർഡിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന്. അതൊക്കെ അപ്ഡേഷന്റെ ഭാഗമായിട്ട് വന്നാണ്. നോബൽ സിലിണ്ടേഴ്സ് അല്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം. ടൈം കഴിയാറായിരുന്നു. ഓക്കെ ഓക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് 4 മെറ്റീരിയൽസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്, ഡിവിഷൻ ബോർഡ്, then binomial cube and cards and counters. Trinomial cube കാണിച്ചു. എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ് മാം. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ. ഓക്കെ, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഇവിടെ ഇല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ്. മൂവബിൾ നമ്പേഴ്സ് ഉണ്ട്. മൂവബിൾ നമ്പേഴ്സ് ഞാൻ ലാംഗ്വേജ് ഏരിയ വരുമ്പോൾ എടുത്ത് കാണിച്ചു കേട്ടോ. ഓക്കെ, ഇതില്ല, സാൻഡ് പേപ്പറിന്റെ ഇല്ല. അത് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് നമുക്ക് ആൽഫബറ്റ്സും ന്യൂമറിക്കൽസും നമുക്ക് വേണമെങ്കിൽ മാത്തമാറ്റിക്കൽ ഏരിയയിൽ പറയാം. നമ്പേഴ്സ് ആണല്ലോ, അത് നമുക്ക് മാത്തമാറ്റിക്കൽ ഏരിയയിൽ പറയാം, സെൻസറി ഏരിയയിൽ പറയാം, ലാംഗ്വേജ് ഏരിയയിലും പറയാം.
മിക്ക മെറ്റീരിയൽസും ക്രോസ് ആണ്, എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പിങ്ക് ടവർ എന്ന് പറഞ്ഞാല് സെൻസറി ആണ്, സെൻസ് ചെയ്യാണത് അവര്, കളറൊക്കെ സെൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ കൗണ്ടിങ് യൂസ് ചെയ്യാം, മാത്തമാറ്റിക്കലിയും പറയാം. കൗണ്ടിങ് പഠിപ്പിക്കാൻ ഹെൽപ്പാണ്. പിങ്ക് ടവറിൽ 10 വുഡൻ ക്യൂബ്സ് ആണ്, 1 2 3 4 10 വരെ നമുക്ക് കൗണ്ട് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ വൈവേ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ടോ? എല്ലാവരും വൈവേ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? വരുന്നവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നല്ല കാര്യം. ജ്യോതി മാത്രമാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അറ്റൻഡ് ചെയ്യാൻ വരുന്നവര് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്, ചാർട്ടുകൾ, കാര്യങ്ങളൊക്കെ ഒന്ന് ഫോട്ടോ എന്തൊക്കെയാ മിസ്സിൽ ചോദിക്കുക? വൈവേക്ക് ചോദിക്കുന്നത് മേ ബി ഇത് ചോദിക്കും, മെറ്റീരിയൽസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി നിങ്ങൾ മെറ്റീരിയൽസിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യും. പിന്നെ നമ്മൾ റെക്കോർഡിന് മാർക്ക് ഇടും, അസൈൻമെന്റിന് മാർക്ക് ഇടും, ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് ഇടും. ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭം വരും, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ ആ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യും, ഒരു ആക്ഷൻ സോങ്ങോ ആക്ഷൻ സ്റ്റോറിയോ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ആക്ഷൻ സ്റ്റോറിയോ സോങ്ങോ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യാം. പ്രസന്റേഷൻ ആണ് ആക്ഷൻ സ്റ്റോറി എന്നാണ് പറയുന്നത്. ആക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതേപോലെ ക്യാമറ ഓഫ് ചെയ്തിട്ട് ആക്ഷൻ സോങ് ഒന്നും ആരും ചെയ്യാറില്ലല്ലോ അല്ലെ? എന്താണ് പ്രാക്ടിക്കലിന് ഇപ്പൊ വരാൻ പറ്റാത്തവരെ അവർക്ക് ഓൺലൈനായിട്ട് നമ്മൾ വൈബേ ചെയ്യൂടാ. ആണല്ലേ? ഓൺലൈൻ ചെയ്യേണ്ട വരും ക്വസ്റ്റ്യൻസ്. ഞാൻ വരണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ ആ സമയത്ത് എനിക്ക് ഇപ്പൊ വരാൻ യാത്രക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഓക്കെ, കുഴപ്പമില്ല. അത് മാറുമ്പോ എനിക്ക് 9 വന്ന് പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്തോട്ടോ. നമ്മള് നേരത്തെ വൈകിട്ട് നേരത്തെ കഴിയായിരിക്കും. ദെൻ ഞാൻ പറഞ്ഞു വന്ന എന്തായിരുന്നു, പിന്നെ വരുന്ന മാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ്സിന്റെ പറഞ്ഞു, അസൈൻമെന്റ് 100 മാർക്കിന്റെ അസൈൻമെന്റിന്റെ കാര്യം പറഞ്ഞു. ദെൻ സർവേ കണ്ടക്ട് ചെയ്ത് എല്ലാവരും റിപ്പോർട്ട് റെഡി ആക്കിയോ? ഇല്ല മാം, അതൊന്നും ചെയ്തില്ല. അപ്പൊ സർവേക്കും അതിന്റെ റിപ്പോർട്ടിനും മാർക്ക് ഉണ്ട്. റിപ്പോർട്ട് എങ്ങനെയാ എഴുതേണ്ടത്? പോർഷൻസ് വല്ലതും ചോദിക്കുവോ? ചോദിക്കും ചിലപ്പോ, ആ ടീച്ചറിനെ കൂടെ അനുസരിച്ചിരിക്കും. ഏത് ഭാഗത്തുനിന്നായിരിക്കും കൂടുതൽ ചോദിക്കുക? തേർഡ് പാർട്ടിന്നായിരിക്കും. തേർഡ് പാർട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടിന്നായിരിക്കും, തേർഡ് പാർട്ടി എടുത്തിട്ടില്ലെങ്കിൽ സെക്കൻഡിനായിരിക്കും. അത് നമുക്ക് മലയാളത്തിൽ പറയാവോ? ഓൺവേർഡ്സ് പറയാം. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതറിഞ്ഞാൽ മതി. അതല്ല, മലയാളം പറയാമോ? ഇപ്പൊ ഞാനാണ് വൈവേ ചെയ്യണമെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട അവസരം വന്നു. ഞാൻ ചോദിക്കാം, എന്താണ് മോണ്ടിസോറി മെന്റൽ കോൺസെൻട്രേഷനെ കുറിച്ച് എന്താണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മോണ്ടിസോറി പറഞ്ഞിരിക്കുന്ന മെന്റൽ കോൺസെൻട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, അങ്ങനെയൊക്കെ ചോദിക്കാലോ. അങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓൺവേർഡ്സിൽ പറയാൻ പറ്റില്ലേ? സർവേനെ കുറിച്ചൊന്ന് പറഞ്ഞേ മിസ്സേ. മാം അത് മാത്രം ചോദിച്ചേ. ഇല്ല, അത് പഠിച്ചിട്ടല്ലേ ഞാൻ ചോദിക്കണേ. ഇല്ല, ബാച്ച് ചോദിക്കില്ല. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാസ്ലോ നീഡ് ഓഫ് ഹയറാർക്കി നോക്കാം. അതേപോലെ തന്നെ കുട്ടികൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ആൻസൈറ്റീസ് നോക്കാം. സൈക്കോളജിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാലോ. സർവേ എന്ന് പറയുമ്പോഴേടാ, സർവേ കണ്ടക്ട് ചെയ്യാം. അതിന് നമ്മൾ സർവേ റിപ്പോർട്ട് ചെയ്യും. സർവേ റിപ്പോർട്ടിന്റെ കണ്ടന്റ്സ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. എന്തെല്ലാം കണ്ടന്റ്സ് ആണ് സർവേ റിപ്പോർട്ടിന് വേണ്ടത്. സാധാരണ ഇൻട്രൊഡക്ഷൻ, ബോഡി, പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ വരാറ്. പ്രൊജക്റ്റ് ആണിത്. അപ്പൊ നമ്മുടെ ജിഷ മിസ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനർ പോലെ നമുക്ക് ക്ലാസ് റൂമിൽ ഇട്ട് തന്നിട്ടുണ്ടല്ലോ. അതാണ് സർവേ. അത് നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്യണം. മിസ് ഞങ്ങളുടെ അന്ന് പറഞ്ഞത് അതന്നെ, 5 പ്രിന്റ് എടുത്തിട്ട് ഓരോ വീട് നമ്മുടെ മോണ്ടിസോറി പ്രായമുള്ള കുട്ടികളുടെ അടുത്തുനിന്ന് അവരുടെ കയ്യിൽ നിന്ന് നമ്മള് ആ പേപ്പർ കൊടുത്തിട്ട് അവരുടെ പാരന്റ്സിനെ ടിക്ക് ഇടിച്ച് മേടിക്കുക എന്നുള്ളത് മാത്രമാണ് മിസ് പറഞ്ഞുള്ളൂ. ആണോ? ഓക്കേടാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യണം. സർവേ കണ്ടക്ട് ചെയ്തു നിങ്ങൾ എല്ലാവരും. അത് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് എഴുതണം. കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ എങ്ങനെയാണ്, എല്ലാ വീടുകളിലും എല്ലാ കുട്ടികൾക്കും ഇമ്മ്യൂണൈസേഷൻ പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ട്, അവർ ഹെൽത്തി ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്, കുട്ടികളാരും ഉപദ്രവിക്കുന്നൊന്നുമില്ല, അവരാരും കമ്പയർ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. കമ്പാരിസൺ ഇല്ല, നല്ല രീതിയിലാണ് പ്രോപ്പറായിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് പാരന്റ്സ് പെരുമാറുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, ഇൻട്രൊഡക്ഷൻ, ബോഡി ഓഫ്
കണ്ടന്റ് ആൻഡ് കൺക്ലൂഷൻ വരുന്ന രീതിയിൽ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൂടി എഴുതണം ഇതിന്റെ ബേസിൽ. മിസ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ 5 കുട്ടികളുടെ ഉണ്ടെങ്കിൽ ആ 5 കുട്ടികളുടെ എല്ലാം കൂടി ഉപയോഗിച്ച് നമ്മളൊരു കൺക്ലൂഷൻ തയ്യാറാക്കിയാൽ മതിയോ? മതിയെടാ. ഓക്കെ. അത് മലയാളത്തിൽ മതിയാവോ? ഇംഗ്ലീഷില് ആരാണ് മലയാളം പറയണത്? മലയാളം ഇല്ല കേട്ടോ, നോ മലയാളം. മാം അത് ഹാൻഡ് റൈറ്റിംഗ് ചെയ്താൽ മതിയല്ലോ അല്ലേ? നമ്മൾ എഴുതിയാൽ മതിയല്ലോ അല്ലേ ഇതൊക്കെ എഴുതണത് പോലെ തന്നെ? മതി. മുമ്പ് നമ്മള് എന്താണ് ലാമിനേറ്റ് ഒക്കെ ചെയ്ത് സബ്മിറ്റ് ഒക്കെ ചെയ്യണമായിരുന്നു. നിങ്ങളിത് ഹാൻഡ് റിട്ടേൺ ചെയ്തിട്ട് ഒരു ഫയലിൽ പെർഫെക്റ്റ് ആയിട്ട് ഫയലിൽ വെച്ചാൽ മതി. ഓക്കെ. നിങ്ങൾ ഇത്രയും നാൾ ചെയ്തിട്ടുള്ള വർക്കുകൾ സാൻഡ് പേപ്പർ, ആൽഫബറ്റ്സ് മുതൽ എല്ലാ ചാർട്ടും എല്ലാ മെറ്റീരിയൽസും ഒരുമിച്ച് വൈവേക്ക് വരുന്നവരാണ് ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്തിട്ട് വരാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നത്? സൈൻ ഔട്ട് ഞാനാണ് മാം. അസൈൻമെന്റിന്റെ കാര്യം പറഞ്ഞു, അസൈൻമെന്റ്സിന്റെ അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഞാൻ ചോദിക്കണം അത് കൊടുക്കുന്നുണ്ടോ ഇല്ലേന്ന് എന്നിട്ട് വേണം പറയാൻ. ശരി. Good afternoon, ma'am, and my dear friends. I am Reja. മുന്തിരികൾ ഞെക്കി പിഴിയാതെ വൈൻ ഉണ്ടാക്കാൻ സാധ്യമല്ല, പൂക്കളെ ഞെരുക്കാതെ പെർഫ്യൂം ഉണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടാതിരിക്കുക, കാരണം അത് നിങ്ങളിലെ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരും. ഡോക്ടർ APJ അബ്ദുൽ കലാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വണ്ടർഫുൾ ക്ലാസ്. ഹാവ് എ നൈസ് ഡേ. Thank you all. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.